ഇന്നലെ ചിക്കൻ മേടിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ചിക്കൻ പുട്ട് ഉണ്ടാക്കി കേട്ടോ. രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചു. എന്നിട്ട് പുട്ടിനുള്ള മാവ് കുതിർക്കാനും വെച്ചു കേട്ടോ. ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ചതച്ചതാട്ടോ ഞാൻ ചേർക്കുന്നത്. മസാലയ്ക്ക് മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇവ ചേർത്ത് നല്ല പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം തക്കാളിയും പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചത് പീസ് ആക്കിയതും പിന്നെ അതിൻ്റെ തന്നെ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. ഈ സമയം നമ്മുടെ പുട്ട് സെറ്റായിരുന്നു കേട്ടോ. മസാല റെഡി ആയപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങയും കുറച്ച് മസാലയും കുറച്ച് പുട്ടുപൊടിയൊക്കെ ഇട്ട് ലെയർ ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കന്റെ സ്ഥാനത്ത് നമുക്ക് ബീഫോ പ്രോൺസോ ഫിഷോ എന്തായാലും മതി കേട്ടോ. അപ്പൊ പുട്ട് ഇഷ്ടപ്പെടുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.